Watch India's largest kids library only on Jio Hotstar. Download the app now. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ മാഗ്നിഫൈയിങ് ലെൻസിൽ ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ചെറിയ സാധനങ്ങളൊക്കെ വലുതാകും. ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ ആ വലിയ സാധനം നോർമൽ സൈസിലേക്ക് മാറും. എന്താ മനസ്സിലായോ? ശരി, ഇപ്പൊ എന്നെ കുറച്ച് വലുതാക്ക്. അപ്പോഴാണ് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അടിപൊളി ബോസ്, അടിപൊളി. ഇപ്രാവശ്യം സയന്റിസ്റ്റ് വൈറസ് ഒരു അടിപൊളി സാധനമാണ് നമുക്ക് തന്നു വിട്ടിരിക്കുന്നത്. അടിപൊളി. ശരി, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പോയി പിന്നിലോട്ട് വരൂ വരൂ. ഇന്ന് തന്നെ നിങ്ങളുടെ ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയൂ. മിസ്റ്റർ വല്യാശാനെ മീറ്റ് ചെയ്യൂ. ഹലോ സർ, നിങ്ങളുടെ നാളത്തെ ജീവിതം ഭയങ്കര പ്രകാശമായിട്ടിരിക്കാൻ പോകുന്നു. വെറുതെ വലിയ വാചകം അടിക്കരുത് കേട്ടാ. നിന്നെ പോലുള്ള വലിയ വലിയ അഭ്യാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ വാചകം അടിച്ച് മനുഷ്യനെ സ്വപ്നം കാണിക്കും ആവശ്യമില്ലാണ്ട്. എന്നിട്ട് ഞങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ അടിച്ചു മാറ്റും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളുടെ എല്ലാ സാധനങ്ങളെയും ഞാൻ വലുതാക്കി തരാം. എന്താ പത്തിലോ അവിടെ ഒരു ആൾക്കൂട്ടം, നമുക്ക് നോക്കാം, വരൂ. എക്സ്ക്യൂസ് മീ, എല്ലാവരും കണ്ടില്ലേ? എന്റെ കയ്യിൽ ഒരു ചെറിയ ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റിനെ ഞാനിപ്പോ വലുതാക്കി മാറ്റി കഴിക്കാൻ പോവുകയാണ്. അപ്പോ തന്നെ എന്റെ വയറ് ഫുള്ളും നിറയും. ഒരു ബിസ്ക്കറ്റിൽ നമ്മുടെ വിശപ്പൊക്കെ ക്ലോസ്. പൈസ ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയാണോ? അപ്പോ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ നിങ്ങളുടെ വയറ് നിറയോ? നിങ്ങൾക്ക് എന്താ അത്രയും ചെറിയ വയറാണോ ഉള്ളത്? അതെങ്ങനെയാ നിങ്ങളുടെ വയറ് നിറയുന്നത്? ഈ മോട്ടുപത്തിൽ ഇപ്പൊ ഇവിടെ എങ്ങനെ എത്തി? യു വാണ്ട് പ്രൂഫ്? ഇതാ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. വലുതാക വലുതാക വലുതാക. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ ബിസ്ക്കറ്റ് എങ്ങനെ ഇത്രയും വലിയൊരു ബിസ്ക്കറ്റ് ആക്കി മാറ്റാൻ കഴിയും? ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു തരാമോ മഹാരാജാവേ? നോ നോ, മഹാരാജാവൊന്നും അല്ല, ഞാനൊരു ആസ്ട്രോളജർ ആണ്. കോൾ മീ മിസ്റ്റർ വല്യാശാൻ. ഓഹോ, താങ്ക് യു മിസ്റ്റർ വല്യാശാൻ. എന്താ ഇത്? ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു 5 പൈസയുടെ പ്രയോജനം പോലും ഉണ്ടായില്ലല്ലോ. കേൾക്കൂ, എനിക്ക് വേണ്ടി ഞാൻ 1 രൂപ പോലും മേടിക്കില്ല. പക്ഷേ ഇത് എന്റെ ഡൊണേഷൻ ബോക്സ് ആണ്. ഞാൻ സമ്പാദിക്കുന്ന എല്ലാ പൈസയും ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. പൈസ കൊടുക്കാൻ വിചാരിക്കുന്നവർ ഈ ഡപ്പയിൽ ഡൊണേറ്റ് ചെയ്യാം. ഓഹോ, അങ്ങനെയാണോ കാര്യം? എങ്കിൽ ഇതാ എന്റെ വക ഡൊണേഷൻ 5000 രൂപ. ബഡ്ബഡിയ സാറേ, എന്നെ ഒന്ന് പ്ലീസ് വലുതാക്കുവോ? കേൾക്കണ്ടേ മിസ്റ്റർ ബഡ്ബഡിയ 1 രൂപ പോലും വാങ്ങില്ലെന്ന്? അതെ മിസ്റ്റർ വല്യാശാനെ, നിങ്ങൾ എന്തിനാ ഈ പാവം പിടിച്ച മനുഷ്യരെ എല്ലാം ഇങ്ങനെ പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കുന്നത്? മിസ്റ്റർ പത്ലു, ഒരു പക്ഷെ നിങ്ങൾക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് മോട്ടുവിനും ഞാൻ സംസാരിക്കുന്നതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കേണ്ട. പേര് മാത്രമല്ല, എനിക്ക് എല്ലാം അറിയാം. നിന്നെ എങ്ങനെ ഞാൻ വലുതാക്കി കാണിക്കാം, നോക്ക്. വലുതാക വലുതാക വലുതാക. എനിക്കെന്താ സംഭവിക്കുന്നത്? എന്നെ ചെറുതാക്കൂ, എന്നെ ഒന്ന് ചെറുതാക്കി തരൂ. മിസ്റ്റർ ബഡ്ബഡിയ വിജയിക്കട്ടെ, മിസ്റ്റർ ബഡ്ബഡിയ വിജയിക്കട്ടെ, മിസ്റ്റർ ബഡ്ബഡിയ വിജയിക്കട്ടെ. സോറി സോറി മിസ്റ്റർ വല്യാശാൻ, എന്നെ ചെറുതാക്കി തരൂ. ഞാൻ നിങ്ങളെ മാനിക്കുന്നു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എന്നെ ചെറുതാക്കി തരൂ പ്ലീസ്, എന്നെ ചെറുതാക്കൂ. അതേ വല്യാശാനെ, ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളൊരു വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാരെയും ഹാലൂസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് കാണാൻ പറ്റുന്നത്. എന്താ ശരിയല്ലേ?
ഓക്കേ, നിനക്ക് ഇപ്പോഴും എങ്ങനെയാണോ തോന്നുന്നത്? ശരി, നിങ്ങൾ വലുതാകൂ, നിങ്ങൾ വലുതാകൂ, നിങ്ങൾ വലുതാകൂ. ഇതാണ് ആ സ്ഥലം. ഇപ്രാവശ്യം ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത്. അങ്ങോട്ട് നോക്ക്, സ്റ്റേജിന്റെ പുറകിൽ നമ്പർ 1 നമ്പർ 2 ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. ഈ വല്യാശാൻ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ദ ഡോൺ തന്നെയാണ്. കണ്ണാടിയോ? അല്ല പത്ലു, നമ്പർ 1 കയ്യിലുള്ളത് കണ്ണാടിയല്ല. അങ്ങോട്ട് നോക്കൂ, അവന്റെ കയ്യിലുള്ളത് മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ്. പക്ഷേ അതിനെ കൊണ്ട് അവൻ എന്താ ചെയ്യുന്നത്? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലത്തെ ഒരു ഗ്ലാസിനെ ഒരു സയന്റിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വലുതാക്കി മാറ്റാൻ കഴിയും. ഞാൻ വിചാരിക്കുന്നത് ഈ ജോണിന് ആ മാഗ്നിഫൈയിങ് ഗ്ലാസ് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ്. അതുപയോഗിച്ചാണ് അവൻ എല്ലാവരെയും മണ്ടന്മാരാക്കുന്നത്. പത്ലു, ഇവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചല്ലേ പറ്റൂ. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അതുകൊണ്ട് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജട്ക, നിങ്ങളും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതും നേരെ തിരിച്ച്. അവന്റെ മാഗ്നിഫൈയിങ് ഗ്ലാസ് വലുതാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആൾക്കാരെ ചെറുതാക്കണം. എന്റെ സയൻസിന് മേലെ സത്യമായിട്ട് പറയാം, നിങ്ങളെല്ലാം എന്നെ പുകഴ്ത്തുന്നത് പോലെ ഞാൻ ഒരു അടിപൊളി മാഗ്നിഫൈയിങ് ഗ്ലാസ് തയ്യാറാക്കി തരാം. വേറെ ആരെങ്കിലും വലുതാക്കണോ? പറയൂ. വലുതാക, 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 വലുതാക. മിസ്റ്റർ ഭടപടിയ വിജയിക്കട്ടെ, മിസ്റ്റർ ഭടപടിയ വിജയിക്കട്ടെ. ഇനിയിപ്പൊ എന്റെ എരുമ കൂടുതൽ പാല് തരും. മിസ്റ്റർ വലിയാശാനെ, നിങ്ങൾ എല്ലാറ്റിനെയും വലുതാക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. ഞാൻ എന്റെ കയ്യിലുള്ള സ്വർണങ്ങൾ മുഴുവൻ എടുത്തോണ്ട് വരട്ടെ? നിങ്ങൾക്കത് വലുതാക്കി തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ തരുന്ന സ്വർണത്തിൽ പകുതി സ്വർണം നീ ഈ ഡൊണേഷൻ ബോക്സിൽ ഇടണം. എന്താ കണ്ടീഷൻ? ഓക്കെ ആണോ? എന്ത് തന്നെ ആയാലും ഞാനിതൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. വല്യാശാനെ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ പകുതി സ്വർണം തരാൻ തയ്യാറാണ്. എന്നാൽ ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ലല്ലോ. ഞങ്ങളും ഞങ്ങളുടെ സ്വർണം ഒന്ന് വലുതാക്കട്ടെ. ഓഹോ, ഇത് ശരിക്കും അടിപൊളിയാണല്ലോ. ഞാൻ എന്ത് വിചാരിച്ചോ അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഇത് തകർപ്പനായിട്ടുണ്ടല്ലോ. വലുതാക, വലുതാക, വലുതാക. എന്റെ സ്വർണം വലുതായല്ലോ. എന്താ ഇത്? എന്റെ സ്വർണം ചെറുതായി പോയല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? എന്താ ചെയ്യുന്നത്? നീ എന്തായി ചെയ്യുന്നത്? നീ എന്തിനാ സ്വർണത്തിനെ ചെറുതാക്കി മാറ്റിയത്? പറ. ബോസ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അമ്മോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. വേഗം പറഞ്ഞോ, സ്വർണത്തിനെ നീ വലുതാക്കൂ. ഇല്ല സിംഗ് സാർ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല. എന്നെ വെറുതെ വിടണം പ്ലീസ്. ചെറുതാക്കി മാറ്റി. കോക്രോച്ച്, എലി എല്ലാത്തിനെയും വലുതാക്കി മാറ്റിയത്? എനിക്ക് പേടിയാവുന്നു. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? പറ. എന്റെ കയ്യിലുണ്ടായിരുന്ന മാഗ്നിഫൈയിങ് ഗ്ലാസ് സിംഗർ സാർ മേടിച്ചോണ്ട് പോയി ബോസ്. നമ്മുടെ ഈ തട്ടിപ്പിനെ പറ്റി മോട്ടുപത്തിൽ അറിഞ്ഞു കഴിഞ്ഞു ബോസ്. സോറി, എന്നെ ക്ഷമിച്ചേക്ക് പ്ലീസ്. നമ്മളൊക്കെ ഒരേ നഗരത്തിലുള്ളവരല്ലേ. ഞാൻ കള്ളനാണ്,
പക്ഷെ നിനക്ക് നല്ല മനസ്സുണ്ടല്ലോ. നീ എന്നെ പഴയതുപോലെ മാറ്റുമോട്ടു. പ്ലീസ്, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്ക് എന്നെ ക്ഷമിച്ചൂടെ? ഓ, വേണ്ട വേണ്ട ചിങ്കം സാർ, എന്നെ രക്ഷിക്കൂ ചിങ്കം സാർ, വേണ്ട. എല്ലാരും ശ്രദ്ധിച്ചു കേക്കൂ. ഇദ്ദേഹം വലിയ സംഭവം കാണിക്കുന്ന അസ്ട്രോളജർ ഒന്നും അല്ല. ഇദ്ദേഹം നമുക്കറിയുന്ന ഫുർഫുറി നഗറിലുള്ള വലിയ പേര് കേട്ട കള്ളനാണ്. അതുകൊണ്ടാണ് അവന്റെ ഈ തട്ടിപ്പെല്ലാം മോഡേൺ സിറ്റിയിലും എല്ലാവരെയും കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇതുപോലത്തെ ആൾക്കാർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. മനസ്സിലായോ? Watch India's largest kids library only on Geo Hotstar. Download the app now.